അതൊക്കെ CPIക്ക് നല്ലവണ്ണം അറിയാം. CPI അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തൊന്നും വേറെ ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങളറിയേണ്ട കാര്യം, ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലപാടുള്ള പാർട്ടിയാണ് CPI. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട് LDFന്. ഇടതുപക്ഷം എന്നാൽ അതൊരു വെറും വാക്കല്ല. ആ ഇടതുപക്ഷത്തിന് എല്ലാത്തരം സാമൂഹിക പ്രശ്നങ്ങളിലും ആശയ പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും എല്ലാം ഇടതുപക്ഷ കാഴ്ചപ്പാടുണ്ട്. അത് LDFനുണ്ട്. ആ ഇടതുപക്ഷ മൂല്യങ്ങളെയും കാഴ്ചപ്പാടിനെയും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് CPI, പ്രതിജ്ഞാബദ്ധമാണ് CPM. അതുകൊണ്ട് തന്നെ ഒരു CPI-CPM വഴക്ക് തർക്കമെന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. CPIയും CPMും ഇടതുപക്ഷ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ഏത് വിഷയങ്ങളും കൈകാര്യം ചെയ്യും, എല്ലാത്തിനും പരിഹാരം കണ്ടുപിടിക്കും. നിങ്ങൾ ഉത്കണ്ഠപ്പെടും പോലെ ഒരു CPI-CPM തർക്കമില്ല. പിന്നെ CPIയിൽ അത് വേറൊരു വിനോദമാണ്. CPIയിൽ ഒരു തർക്കം, അവിടെ അങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ. ഇവിടുത്തെ കാര്യം പറയാൻ ഇവിടെ CPIക്ക് നേതൃത്വമുണ്ട്, അവരത് പറയും. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. ഇവിടെയും അവിടെയും ഒന്നും രണ്ട് കാഴ്ചപ്പാട് CPIക്കില്ല. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരുമല്ല. നിങ്ങൾ എഴുതാപ്പുറം വായിക്കണം എന്തിനാണ്? എഴുതാപ്പുറം വായിക്കാനും പാടില്ല. ആനി രാജ NFIW നേതാവാണ്. അതൊരു പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് പറയേണ്ടത് കേരളത്തിലെ പാർട്ടിയാണ്, അതിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഇതെല്ലാം പാർട്ടിക്കകത്തുള്ള വ്യവസ്ഥാപിതമായ എല്ലാവർക്കും ബോധ്യമുള്ള അടിസ്ഥാന പാഠങ്ങളാണ്. ഒന്നും അറിയാത്ത ഏതെങ്കിലും മാധ്യമങ്ങളോ ആളുകളോ ഉണ്ടെങ്കിൽ അത് CPIയുടെ കുറ്റമല്ല. ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു കാര്യം, അതായത് മുകേഷിന്റെ രാജി ഇടത് നേതാക്കന്മാർ പറയുന്ന കാര്യം, UDFിന്റെ കാലത്ത് അവരുടെ MLAമാർ രാജിവെച്ചിട്ടുണ്ടല്ലോ. ഇതേപ്പറ്റി CPIക്ക് എന്താണോ പറയുന്നത് അതെല്ലാം CPIക്ക് വേണ്ടി CPI സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു.